ഇതേപോലെ ഒരു എക്സ്കർഷന് പോകുമ്പോഴോ ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അങ്ങനെ എന്തോ ഒരു വഴിയിൽ കമ്പനിക്കാരൻ പറയടാ സാധനം ഉണ്ട് കേട്ടോ വേണോ? അല്ലടാ കുഴപ്പമില്ല, അന്നൊരൊറ്റ ദിവസമല്ലേ, എന്നുകൂടി ആയിക്കോട്ടെ. അങ്ങനെ അവൻ ആലോചിച്ചു, ഒരു ദിവസം കൂടി ഒന്നായ നാള് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, ഒന്നുകൂടി നോക്കല്ലേ. ഇവൻ ഈ സ്ഥലത്തേക്ക് ചെന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഇതേ സാധനം അവന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ കൈനീട്ടി വാങ്ങാൻ നേരത്തെ പറഞ്ഞ 90% പ്രതിരോധം ഉണ്ടാവില്ല. പ്രതിരോധം ഉണ്ട്, വേണ്ടാന്നുള്ള തോന്നലുണ്ട്, പക്ഷെ എത്തിരി അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ വേണം എന്നുള്ള തോന്നൽ 10 ആയിനെങ്കിൽ പുകയിലാണെങ്കിൽ അത് 11 വരും. മദ്യമാണെന്നുണ്ടെങ്കിൽ 15 എത്തി. കഞ്ചാവാണെന്നുണ്ടെങ്കിൽ 20 വേണം. 20 വേണം, 80 വേണ്ട. LSD MDMA ഒറ്റ വീഴ്ചയാ 70-65. എന്താ അങ്ങനെയല്ലോ ഓരോന്നോരോ തരത്തില്. അതാ ലഹരി പദാർത്ഥം മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രതയ്ക്കനുസരിച്ചിരിക്കും. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം അവൻ സേഫാന്നൊരു തോന്നൽ അവനുണ്ട്, പക്ഷെ അവൻ ഉപയോഗിച്ചു. നീ മൂന്നാമത്തെ പ്രാവശ്യം ആവുമ്പോ ഇതേപോലെ അവസരം വരുമ്പോ അതിനെ കീഴ്പ്പെടുത്തുന്ന സാധനമല്ല, ഞാനിപ്പോ 4 മാസമായില്ലേ ഉപയോഗിച്ചിട്ട്. അപ്പോ ഈ കൊടുക്കുന്ന സുഖവും അവന്റെ ധൈര്യവും കൂടി 4ാമത്തെ പ്രാവശ്യം എത്തുമ്പം പിന്നെയും കുറഞ്ഞു, ഓരോ ലഹരി പദാർത്ഥത്തിന്റെ തോതിനനുസരിച്ച്. ഇങ്ങനെ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ഇവരെ ഉപയോഗിക്കുന്നതിന് ശാസ്ത്രത്തിലൊരു പേരുണ്ട്, ഇതിന്റെ സയൻസിലൊരു പേരുണ്ട്. അതിന് പറയുക പരീക്ഷണാർത്ഥത്തിലുള്ള ഉപയോഗം അഥവാ എക്സ്പെരിമെന്റൽ യൂസ്. എക്സ്പെരിമെന്റാ. അവൻ നോക്കുക ഇതെങ്ങനെയാ എന്നോട് കളിക്കുക, ഇതിന്റെ കളി എന്നോട് എങ്ങനെയാണ്, വെന്നെ കുത്തുവോ വെന്നെ ചവിട്ടുവോ. അല്ലേ, നമ്മൾ പുതിയ നായ്ക്കുട്ടീനെ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് എനിക്കാണെങ്കിൽ നമ്മളില്ലേ പോയിട്ട് തലയൊന്ന് തൊട്ട് വെക്കൂ, ആട്ടുന്നുണ്ടോ നോക്കൂ, കൊമ്പൊന്ന് പിടിച്ചു നോക്കൂ, വാലൊന്ന് തൊട്ട് വെക്കൂ. ഇതേമാതിരിയുള്ള പരിപാടിയാ പരീക്ഷണാർത്ഥത്തിൽ ഉപയോഗിക്കുക. ഈ പരീക്ഷണം വിജയിച്ച അവനൊരു ധൈര്യമായി, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒന്ന് കഴിച്ചിട്ടാവുന്ന ഘട്ടത്തിലെത്തില്ലേ, കെട്ടിട്ടെടുത്തുനിന്ന് ഒന്നപ്പുറത്തേക്ക് കൊണ്ടക്കെട്ട എന്നുള്ള ലെവലിലെത്തി. ഇവൻ എന്ത് ചെയ്തു, അടുത്ത ഘട്ടത്തിലേക്ക് പോയി. അതിനാണ് നമ്മൾ പറയുക ഒക്കേഷണൽ യൂസ്. ഓണത്തിന്, പെരുന്നാളിന്, വിഷുവിന്, ന്യൂ ഇയർ എക്സ്കർഷന് പോകുന്ന നേരം എന്നിങ്ങനെ അവൻ പറയും. ആ സമയത്ത് മാത്രം, അല്ലാത്തപ്പോ ഒന്നുമില്ല.